നമസ്കാരം. സ്പോർട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം തിരുവല്ലം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മരണത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി ആവശ്യപ്പെട്ട് സിബിഐ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. കേരളത്തെ നടുക്കിയ കസ്റ്റഡി മരണക്കേസിന്റെ മുൻപോട്ടുള്ള ഗതി എന്താകും? ഈ വിഷയമാണ് സ്പോർട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. വിനോദ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ ചേരും. വിനോദ, വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് തന്നെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ നടുക്കുന്ന ഓർമ്മകൾ നമ്മളൊന്നും മറന്നു കാണില്ല. പ്രത്യേകിച്ചും വാർത്തയുമായി ബന്ധപ്പെട്ടവരൊന്നും ആ ഓർമ്മകൾ മറക്കുകയില്ല. അതിനുശേഷമാണ് വീണ്ടും തിരുവല്ലം പോലീസ് സ്റ്റേഷനിലെ ചില പോലീസുകാരുടെ ക്രൂരമുഖങ്ങൾ പുറത്തു വരുന്നത്. എന്താണ് ഇന്ന് അവസാനിക്കും ഈ ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ? ഭവ്യ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളെ എക്കാലവും വേട്ടയാടുന്ന ഒരു ഓർമ്മയാണ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നടന്ന ഉരുട്ടിക്കൊല. അന്ന് ഉദയകുമാർ എന്ന ഒരു നിരപരാധിയെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ അതിക്രൂരമായ മൂന്നാം മുറ ആ പ്രയോഗം നടത്തി ഉദയകുമാറിനെ കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് നമ്മൾ കേരളം മുഴുവൻ കണ്ടതാണ് തുടർന്ന് നടന്ന നിയമ പോരാട്ടം. ഉദയകുമാറിൻ്റെ അമ്മ, ആ ഒരു പാവം അമ്മ CBI അന്വേഷണം ഉൾപ്പെടെ ആവശ്യപ്പെട്ട് ആ ആവശ്യം നടക്കുകയും CBI അന്വേഷണത്തിനൊടുവിൽ കുറ്റക്കാരായ പോലീസുകാർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തിരുവല്ലത്തും ഒരു കസ്റ്റഡി മരണം ഉണ്ടാവുകയും അതിന് പിന്നാലെ പ്രോസിക്യൂഷൻ അനുമതി തേടി CBI സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. 3 പോലീസുകാരെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് അനുമതി തേടിയിരിക്കുന്നത്. നമ്മൾ ഈ ആദ്യത്തെ ഫോർട്ട് സ്റ്റേഷനിലെ സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 2005 ഈ സംഭവം നടക്കുന്നത്. ഭവ്യ, നമ്മൾ പറയുന്നു, കാരണം പോലീസ് കാക്കിയുടെ ബലം കാണിക്കാൻ സാധാരണക്കാരൻ്റെ ദേഹത്ത് കയറിയാൽ, സാധാരണക്കാരൻ്റെ മേൽ കുതിര കയറിയാൽ ഒരുപക്ഷെ ചെന്ന് വീഴുന്നത് ഇതുപോലുള്ള നിയമക്കുരുക്കുകളിലേക്കായിരിക്കും. ആ ഒരു സാഹചര്യം നമ്മൾ ഇപ്പോൾ ഓർക്കുമ്പോൾ അന്ന് ഉദയകുമാറിനെ ഉരുട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. കാലും അസ്ഥി ഒക്കെയും പേശികളൊക്കെയും ചതഞ്ഞു പോവുകയും അസ്ഥികൾ ഒടിയുകയും ചെയ്തു. അന്ന് വ്യാജമായ തെളിവുകൾ ഉണ്ടാക്കി, അറസ്റ്റ് ഉൾപ്പെടെയുള്ള റെക്കോർഡ് ചെയ്ത കാര്യങ്ങളിൽ വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയത് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. പിന്നീട് CBI ഉന്നത തല അന്വേഷണം വന്നപ്പോൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിൽ ACP ഉൾപ്പെടെയുള്ളവർ ഈ ഒരു കാര്യത്തിൽ കൂട്ടുനിന്നു എന്നതാണ് അന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളായി അല്ലെങ്കിൽ കണ്ടെത്തലുകളായി പുറത്തു വന്ന വിവരം. ആ പോലീസുകാർക്ക് ലഭിച്ച ശിക്ഷ നമ്മളിപ്പോഴും ആ വീട്ടുകാരെ കുറിച്ചാണ്, അതായത് ഉദയകുമാറിൻ്റെ വേർപാട്, ആ അമ്മയ്ക്കുണ്ടാക്കിയ വേദന, ആ അമ്മയുടെ ഒറ്റപ്പെടൽ, ആക്രി പിറക്കി ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനെ പിടികൂടുകയും മോഷണക്കുറ്റം ആരോപിച്ച് പിന്നീട് കള്ളക്കേസാണ് ഈ മരിച്ച ശേഷം അങ്ങനെ ഒരു FIR ചാർജ് ചെയ്യുകയും ഒക്കെ ചെയ്ത പോലീസിൻ്റെ പ്രവൃത്തി. ഈ പ്രവൃത്തിക്ക് ശേഷം പോലീസുകാർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിശോധിക്കണം. അതിൽ ശ്രീകുമാർ, ജിതകുമാർ ഈ 2 പേർക്ക് വധശിക്ഷയാണ് കോടതി വിധിച്ചത്. അവരുടെ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കണം. പോലീസുകാർ അവരുടെ കാക്കിയുടെ ബലം സാധാരണക്കാരൻ്റെ മേൽ കാണിക്കാൻ പോകുമ്പോൾ അവർ ആലോചിക്കേണ്ടത് തങ്ങൾക്ക് ഇനി എന്ത് സംഭവിക്കും. പക്ഷേ ഇതിലൊരു പാഠവും പഠിക്കുന്നില്ല എന്നതാണ്. ഈ തിരുവല്ലത്തെ കാര്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് അവിടെ മൊഴി വന്നിട്ടുള്ളത് സുരേഷിനെ, ഈ മരിച്ച സുരേഷിനെ അവിടെ 3ാം മുറയ്ക്ക് വിധേയമാക്കി എന്ന കാര്യമാണ്. അതിൻ്റെ അന്വേഷണത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അന്ന് 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത്. ഇപ്പോൾ CBI പ്രോസിക്യൂഷനിലേക്ക് പോകുന്നു. സുരേഷിനെ അവിടെ പുഷപ്പ് എടുപ്പിക്കുന്നു, അതിനുശേഷം ചിറ്റപ്പ് ചെയ്യിക്കുന്നു, അതിനുശേഷം തവളച്ചാട്ടം സ്റ്റേഷനിനുള്ളിൽ ചാടിക്കുന്നു, പിന്നീട് മർദ്ദിക്കുന്നു. ഈ നിലവിളി കേട്ടതായി ഭാര്യയും സഹോദരനും അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട്. അവരുടെ സാക്ഷിമൊഴിയുണ്ട്. ഒപ്പം സുരേഷിനൊപ്പം അന്ന് കസ്റ്റഡിയിലുണ്ടായിരുന്ന ആളുകൾ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയുണ്ട്. ഈ ശരീരത്തിൽ മുറിവേറ്റ പാടുകൾ, മെഡിക്കൽ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ CBI പരിഗണിച്ചിട്ടുണ്ട്. ഈ 3 പോലീസുകാർ സസ്പെൻഷനിലായി എന്നതിനപ്പുറത്തേക്ക് ഈ വിപുലമായ അന്വേഷണത്തിലേക്ക് പോകുന്നു. എവിടെയാണ് ഈ പോലീസുകാർ തിരുത്തപ്പെടാതെ പോകുന്നത് എന്നതാണ് ഏറ്റവും വലിയ ചോദ്യമായി അവശേഷിക്കുന്നത്. കാരണം നെടുങ്കണ്ടത്തെ ഉരുട്ടിക്കൊല നമുക്കറിയാവുന്നതാണ്. അവിടെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിൽ ഒരു ചിട്ടിക്കമ്പനി നടത്തിയിരുന്ന ആളെ, അയാളുടെ പണം ആ ചിട്ടിക്കമ്പനിയിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവശേഷിക്കുന്ന പണം അയാളിൽ നിന്ന് കണ്ടെത്തിയെടുക്കണം. ആ പണം കൈക്കലാക്കാൻ വേണ്ടി തങ്ങളെ കൊണ്ട് ക്രൂരമായി ഈ ആളിനെ മർദ്ദിച്ചു, അല്ലെങ്കിൽ മുളക് പൊടി അദ്ദേഹത്തിൻ്റെ കണ്ണിലും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലും അടക്കം
മുളകുപൊടി അരച്ച് തേക്കുന്ന തരത്തിൽ പോലീസുകാർ അവിടെ പെരുമാറി എന്നത് പിന്നീട് കണ്ടെത്തി. അതിൽ ഉന്നത ഉദ്യോഗസ്ഥരാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ആ ജില്ലയിലെ തന്നെ ഏറ്റവും ഉന്നതരായ പോലീസുകാർ ഇതിന് കൂട്ടുനിന്നു, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരം ഇത്തരം നടപടികൾ ഉണ്ടായി എന്ന കാര്യമാണ് പിന്നീട് പുറത്തു വന്നത്. അതിൻ്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഏതായിരുന്നാലും ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായാലും നമ്മൾ ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെയും ചിലപ്പോൾ പറയാറുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിലും എന്തുകൊണ്ട് പോലീസുകാർ അങ്ങനെ ചെയ്യുന്നു, അവർ തിരുത്തപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത്. കാരണം അവർ ഈ കാക്കിയുടെ ബലം, നമ്മൾ ആവർത്തിച്ച് തന്നെ പറയുന്നു, കാക്കിയുടെ ബലം സാധാരണക്കാരൻ്റെ മേൽ കുതിര കയറാനുള്ള സ്വാതന്ത്ര്യമോ അവകാശമോ അല്ല, മറിച്ച് ഇവർക്ക് ശാസ്ത്രീയമായി തന്നെ ഈ കുറ്റവാളികളെ ശിക്ഷിക്കാനുള്ള നടപടിയുണ്ട്. ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശാസ്ത്രീയമായി ഏറ്റവും കുറഞ്ഞ കാര്യം തന്നെ നമുക്ക് പറയാം, ഒരു ചാർജ് ഒരാൾ ഒരു കുറ്റം ചെയ്തു, FIR രജിസ്റ്റർ ചെയ്ത് ആ FIR കോടതിയിലെത്തിയാൽ തന്നെ ഈ ആൾ കോടതി കയറി ഇറങ്ങേണ്ട സാഹചര്യം, അല്ലെങ്കിൽ കോടതി ശിക്ഷിക്കുന്ന സാഹചര്യം, പിഴ അടയ്ക്കേണ്ട സാഹചര്യം, ഇതിനൊക്കെ അപ്പുറത്തേക്ക് പോലീസ് കായികമായി ഇടപെടേണ്ടതില്ലാത്ത ഒരു കൂട്ടയടി നടക്കുന്നു, അല്ലെങ്കിൽ ഒരു സമരത്തെ കൈകാര്യം ചെയ്യുന്നു, അവിടെയൊക്കെ ഒരുപക്ഷെ പോലീസിന് ഗ്രനേഡും ലാത്തിയും കണ്ണീർ വാതകവും ഒക്കെ പ്രയോഗിക്കേണ്ടി വരും. അല്ലാതെ വഴി നടന്നു പോകുന്ന ഒരാളെ പിടികൂടുമ്പോൾ, അല്ലെങ്കിൽ ഒരു പരാതിയുടെ പേരിൽ ഒരാളെ പിടികൂടുമ്പോൾ അവനെ തല്ലിച്ചതച്ച് കൊലപ്പെടുത്തുന്നത്, ആ പ്രവണത എന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് സംഭവിച്ചാൽ ഈ പോലീസുകാരുടെ കുടുംബം കൂടി അവർ ആലോചിക്കേണ്ടത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ശ്രീകുമാർ, ജിതകുമാർ, ഈ പോലീസിൻ്റെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെയും നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ആ കുടുംബങ്ങളുടെ പ്രശ്നം പറയാറുണ്ട്. ഇതിൽ ഒരാൾ മരണപ്പെട്ടു പോയി, മറ്റൊരാൾ ഇപ്പോഴും വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുകയാണ്. എന്തിന് ഇങ്ങനെ ഈ ശാസ്ത്രീയമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ ഈ ആളുകളെ കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക്, മാത്രവുമല്ല ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് പോകുന്നുവെന്ന സംശയം. ഏറ്റവും ഒടുവിൽ തിരുവല്ലത്ത് ഇപ്പോൾ ഷഹന എന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട ഷഹ്നയ്ക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ട്, ഒടുവിൽ ആ ഷഹ്ന ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമെത്തി. അവിടെ ആത്മഹത്യാ പ്രേരണ കുറ്റവും ഗാർഹിക പീഡനവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തു. ഈ വിവരം ഈ പ്രതിക്ക് ചോർത്തി കൊടുക്കുന്നത് തന്നെ ഒരു പോലീസുകാരനാണ്, നൗഷാദ് പോലീസുകാരൻ. അയാളിപ്പോൾ സസ്പെൻഷനിലായിട്ടുണ്ട്. എന്തിനു വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ ഈ കാര്യം ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവശേഷിക്കുന്നത്. ഭവ്യ, തീർച്ചയായും വിനോദ, സാധാരണക്കാരന്റെ മേൽ കുതിര കയറാനാണോ കാക്കി എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ക്രമസമാധാനം നിലനിർത്തേണ്ടത് ആരോ അവർ തന്നെയാണ് ക്രമസമാധാനം ഇല്ലാതാക്കുന്നത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഏറെ ഗൗരവതരമാണ്. അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ ചോദിക്കേണ്ട ചോദ്യം, ഒരു അഴിച്ചുപണി നമ്മുടെ സേനയിൽ, പ്രത്യേകിച്ചും പോലീസ് സേനയിൽ ഉണ്ടാവേണ്ടതല്ലേ? DGP അടക്കമുള്ള ഉന്നത അധികാരികൾ ഇതിൽ ഇടപെടേണ്ടതല്ലേ? ഭവ്യ, പോലീസിൽ നടപടിയുണ്ട്. 2 പട്ടികകളാണ് ഇപ്പോൾ തന്നെ ഉള്ളത്. അതായത് പോലീസ് ആസ്ഥാനം നേരത്തെ തയ്യാറാക്കിയ ഒരു പട്ടികയും ജില്ലാ പോലീസ് മേധാവിമാരുടെ കയ്യിൽ നിന്ന് വാങ്ങി, അതായത് ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാരുടെ പട്ടികയാണ്. അതിൽ നിന്ന് പിരിച്ചുവിടൽ ആരംഭിച്ചു കഴിഞ്ഞു. 2023 മാത്രം, അതായത് ഈ കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് 18ഓളം പോലീസുകാരെ ഇങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള അതിൻ്റെ പേരിൽ പിരിച്ചുവിട്ടു. അതിൽ മണൽ മാഫിയ ബന്ധം, ഗുണ്ടാ മാഫിയ ബന്ധം, വൃദ്ധയെ ലൈംഗികമായി അതിക്രമിച്ചത്, പോക്സോ കേസ്, എന്തായാലും ക്രിമിനൽ ബുദ്ധിയുള്ളവരെ, ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ പിരിച്ചുവിട്ട് സേനയിൽ ശുദ്ധീകരണം നടത്തേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് ഈ വാർത്തകളൊക്കെ വിളിച്ചു പറയുന്നത്. വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.